വിദഗ്ധൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് എം.എസ്. സജി കൂടി ചേരുന്നുണ്ട്. ശ്രീ സജി, ഇവിടെ രാഷ്ട്രീയം പറയുന്നവർ സ്വാഭാവികമായും ആ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള നിരീക്ഷണങ്ങൾ നടത്താം. അതിൽ വസ്തുതാപരമായ നിരീക്ഷണങ്ങൾ ഉണ്ടാകാം, അല്ലാത്തതും ഉണ്ടാകാം. താങ്കൾക്ക് ഇന്നത്തെ കോടതിയുടെ നടപടിയിലൂടെ എന്താണ് വ്യക്തമാകുന്നത്? നിലവിൽ ആർക്കാണ് ആശ്വസിക്കാൻ സാധിക്കുന്നത്? ഈ കേസിലെ ഹർജിക്കാർക്ക് ആഹ്ലാദിക്കാനുള്ള വകയോ ഈ കേസിലെ എതിർകക്ഷിയായ കേന്ദ്ര ഗവൺമെന്റിന് നിരാശപ്പെടാനുള്ള ഒരു സമയമോ ആയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, തികച്ചും സങ്കീർണമായ ഒരു നിയമപ്രശ്നം, ഒട്ടനവധി ഭരണഘടനാപരമായ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വിവിധ മേഖലകൾ ഉൾപ്പെടുന്ന ഒരു നിയമപ്രശ്നം, എല്ലാം ഉൾപ്പെടുന്ന ഒരു നിയമനിർമ്മാണമാണ് ഈ വഖഫ് അമെന്റ്മെന്റ് ആക്ട് 2025 എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും അഭിലാഷ് പറഞ്ഞ പോലെ 65 or 70 ഹർജികൾ അതിനെതിരെ വന്നു. അതിൽ BJP ഭരിക്കാത്ത 6 സംസ്ഥാനങ്ങൾ കൂടി അതിൽ ഹർജികൾ കൊടുത്ത് കക്ഷിയായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന അടിസ്ഥാന പ്രശ്നം ആർട്ടിക്കിൾ 25, 26 എന്നുള്ള ആർട്ടിക്കിളുകളുടെ അനുച്ഛേദങ്ങൾ, ഭരണഘടനാ അനുച്ഛേദങ്ങൾ ലംഘനമാണോ എന്നുള്ളത് പ്രാഥമികമായി പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ കോൺട്രവേഴ്സ്ഡ് ആയിട്ടുണ്ടായ സെക്ഷൻ 40 ഓഫ് വഖഫ് ആക്ട്, 40 ഓഫ് വഖഫ് ആക്ട് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിനെതിരാണോ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത്രയധികം സങ്കീർണമായ ഒരു വിഷയങ്ങൾ, ഭരണഘടനാപരമായ ധാരാളം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയം, ഒട്ടനവധി മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ജീവിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, റൈറ്റ് ടു പ്രൊഫസ് റിലീജിയൻ ആർട്ടിക്കിൾ 25, 26 ബന്ധപ്പെട്ട ഒരു വിഷയം, ഇതൊക്കെ സങ്കീർണമായ 65, 70 ഹർജികൾ വരുമ്പോൾ തന്നെ അതിൽ അപ്പോൾ തന്നെ ഒരു ഉത്തരവ് സുപ്രീം കോടതി പ്രതീക്ഷിക്കും എന്ന് നമുക്ക് കരുതുക വയ്യ. തികച്ചും പക്വപരമായ ഒരു നിലപാടാണ് ഇന്ന് സുപ്രീം കോടതി സ്വീകരിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു രാജ്യത്തെ ഒരു വലിയ ജനവിഭാഗം ആളുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഹർജികൾ, അതേസമയം പാർലമെന്റ്, ലോക്സഭയും രാജ്യസഭയും പാസാക്കി ഗവൺമെന്റ് പ്രസിഡന്റ് ആക്സന്റ് കൊടുത്ത ഒരു നിയമം, ഇതിനെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുക, ഭേദഗതി നിശ്ചയിക്കുക എന്ന് പറയുന്നത് തികച്ചും അപക്വപരമായ തീരുമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ കാത്തു നിൽക്കൂ, തൽക്കാലം സ്റ്റേ അവിടെ നിൽക്കട്ടെ, സ്റ്റേ ചെയ്യുന്നില്ല, മറുപടി വരുന്നവരെ നിങ്ങൾ നിയമം നടപ്പാക്കരുത് എന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികമായ സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്തപൂർവമായ ഒരു നടപടിയാണ്. അത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ ഹർജിക്കാർക്ക് അമിതമായി ആഹ്ലാദിക്കുവാനോ കേന്ദ്ര ഗവൺമെന്റിന് നിരാശപ്പെടുവാനോ ഒരു ഘട്ടം ഇപ്പോൾ ആയിട്ടില്ല. തികച്ചും അവധാനതയോടുകൂടി പഠിച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് 3 അംഗ സുപ്രീം കോടതി ജഡ്ജിമാർ എത്തിയിരിക്കുന്നത്, ആ ബെഞ്ച് എത്തിയിരിക്കുന്നത് എന്നാണ്. ഈ വാദത്തിനിടയിൽ ഏത് പക്ഷത്തായിട്ടുള്ള രാഷ്ട്രീയക്കാർ പുലർത്ത് ഞാൻ ഒരു സംശയം കൂടി ചോദിക്കുന്നത്, ഈ വാദത്തിനിടയിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങളുണ്ടായി. ആ പരാമർശങ്ങളിലൊന്ന്, സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധികളോ ഉത്തരവുകളോ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെയാണ്, സഞ്ജീവ് ഖന്ന തന്നെയാണ് ഒരു പരാമർശം നടത്തി. ഇതൊക്കെ വാക്കാൽ നടത്തിയ പരാമർശവും വാദത്തിനിടയിലെ പരാമർശവുമാണ്. അതോടൊപ്പം തന്നെ കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താനും പാടുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഈ നിയമനിർമ്മാണം കോടതി വിധികൾക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നതാണോ എന്നൊരു സംശയം ഇത് കേൾക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്കുണ്ടാകും. അതിൽ ഒരു നിയമവിദഗ്ധനായ താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? അങ്ങനെ കോടതിക്ക് പറയേണ്ടി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിലുണ്ട്, അങ്ങനല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ പറയാനായിട്ടില്ല. അതിപ്പോ ഭരണഘടനയുടെയും സുപ്രീം കോടതിയുടെയും അടിസ്ഥാന ചിലകളാണ്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ കേശവാനന്ദ ഭാരതി കേസ് മുതൽ തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ചിലകളെ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണവും അനുവദനീയമല്ല. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന നിയമനിർമ്മാണം അനുവദനീയം, അതൊക്കെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. അത്തരം ഒരു നിരീക്ഷണങ്ങൾ വാക്കാൽ ഒരു ഓപ്പൺ കോടതിയിൽ ഒരു ജഡ്ജി നടത്തി എന്ന് വിചാരിച്ചാൽ അതിന്റെ അർത്ഥം ഈ നിയമം ഡിസ്ക്വാളിഫൈഡ് ആയി എന്നല്ല. അതൊരു പാസിംഗ് കമന്റ് ആയിട്ട് ഒട്ടനവധി ഹൈക്കോടതി സുപ്രീം കോടതി വിധികൾ പറയാറുണ്ട്. ഓറൽ ഒബ്സർവേഷൻസ് വിൽ നോട്ട് മേക്ക് ആസ് എ പാർട്ട് ഓഫ് ദി ജഡ്ജ്മെന്റ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഇരുഭാഗത്തും നിൽക്കുന്ന ആഘോഷിക്കുകയും അങ്ങനെ വിജയിച്ചു എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അണികൾക്ക്, അവരുടെ വിശ്വാസികൾക്ക്, അവരെ പിന്തുടരുന്ന ആളുകൾക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണിത്. മറ്റൊരു കാര്യം, ഇവിടെ നമ്മളൊക്കെ ഈ മലയാളികൾ ഈ വിഷയം ചർച്ച ചെയ്തത് ഈ മുൻപം വിഷയം വളരെ സജീവമായി വന്നതിന് ശേഷമാണ്. അതിൽ കൂടെ 1-2 വിഷയം കൂടെ പറയാതിരിക്കാൻ വയ്യ.
കാരണം ഞാൻ വീണ്ടും പറയുകയാണ്, സുപ്രീം കോടതി നിലനിൽക്കുന്ന ഈ കേസ് ഒരു പ്രിമേച്ചർ സ്റ്റേജിലാണ്. നമുക്കൊരു അഭിപ്രായം പറയാൻ പോലും ആവാത്ത സ്റ്റേജിലേ ആയിട്ടുള്ളൂ. അതൊരു ഹർജിക്കാർക്കോ എതിർകക്ഷികൾക്കോ വിജയിച്ചു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കായിട്ടില്ല. ഭരണഘടനയുടെ ഒട്ടനവധി പ്രൊവിഷൻസ് അനുച്ഛേദങ്ങൾ പരിശോധിച്ചിട്ടേ അത് പറയാനാവുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഈ മുൻപം വിഷയത്തിലേക്ക് വന്നപ്പോഴാണല്ലോ നമ്മൾ കേരളത്തിൽ ഇത് സജീവമായി ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഒരു ചരിത്രം കൂടി ഒന്ന് ബന്ധപ്പെട്ട വിഷയമായിട്ട് പരാമർശിക്കാതെ വയ്യ. 2007 8 എനിക്ക് തോന്നുന്നു അന്നത്തെ വഖഫ് മന്ത്രിയായിരുന്ന പാലോളി മുഹമ്മദ് കുട്ടി എം എ നിസാർ കമ്മീഷനെ വെക്കുകയാണ്. എന്തിന്? കേരളത്തിലെ വഖഫ് പ്രോപ്പർട്ടികളുടെ മാനേജ്മെന്റ് സംബന്ധിച്ച് പഠിക്കാൻ. അദ്ദേഹമാണ് ടേംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ മുനമ്പം പ്രോപ്പർട്ടി അത് വഖഫിന്റേതാണെന്ന് ഡീംഡ് ആയിട്ടൊരു കണ്ടെത്തൽ നടത്തുകയും അത് റീക്ലെയിം ചെയ്യുന്ന ഒരു ഫൈൻഡിംഗ് ഉണ്ടാവുകയും വഖഫ് ബോർഡിന്റെ മുന്നിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കണം, അത് എങ്ങനെയാണ് ഒരു വിഷയം വിവിധ രീതികളിൽ ദൂരഭാഗമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിലേക്ക് അത് കേരളത്തിൽ ഒരു പരിധിവരെ വർഗീയമായ വേർതിരിവ് പോലും ഉണ്ടാക്കിയത് എന്നുള്ളതിന്റെ കാരണം നമുക്ക് ഇപ്പോൾ അത് സാങ്കത്യമാണ്, അത് സൂചിപ്പിക്കേണ്ടതും കൂടിയുണ്ട്. അത് വഖഫ് ബോർഡിന്റെ മുമ്പാകെ വരികയും വഖഫ് ബോർഡിന്റെ മുമ്പിൽ വന്നപ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ഇത് വഖഫ് ബോർഡിന്റെ പരിഗണനയ്ക്ക് വരാനുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ, അധികാരപരിധി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. അത് പരിശോധിക്കണമെന്ന് ജസ്റ്റിസ് സിരിജഗൻ, അന്നത്തെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജസ്റ്റിസ് സിരിജഗനാണ് നിർദ്ദേശം കൊടുത്തു. ഇത് വഖഫ് ബോർഡിന്റെ പരിധിയിൽ വരുന്നതാണോ ഇല്ലയോ എന്നുള്ളത്. ആ വിഷയം പരിഗണിക്കാതെയാണ് വഖഫ് ബോർഡ് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് അത് വഖഫ് ലഭിച്ചു എന്ന് പറയുന്ന ഫാറൂഖ് കോളേജിന്റെ എതിർപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് ഫൈൻഡ് ചെയ്ത്. എന്നെ ഏറ്റവും ഞെട്ടിപ്പിച്ച ഒരു സംഭവം, അപഹാസ്യമൊന്നും സംഭവം പറയാതെ വയ്യ, ഈ കമ്മീഷണറായിട്ടുള്ള ശ്രീ എം എ നിസാർ തന്നെ ഈ ട്രിബ്യൂണലിന്റെ മുന്നിൽ കക്ഷിക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട്. സോറി, ട്രിബ്യൂണലിന് മുന്നിലല്ല, ഈ ബോർഡിന്റെ മുന്നിൽ. അത് ഏത് ഇന്റഗ്രിറ്റിയാണ്, അധികം പേർക്ക് അറിയാത്തൊരു രഹസ്യമാണ്. ഒരു ചാനൽ ചർച്ചയിൽ പറയേണ്ടത് തന്നെയാണ്. ഈ വഖഫ് മുൻപും ഇങ്ങനെ സജീവമായ നിയമപ്രശ്നമാക്കിയ ആ കമ്മീഷൻ റിപ്പോർട്ട്, അത് ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ വരുന്നതാണോ ഇല്ലയോ എന്നും കൂടി പരിഗണിക്കുന്നു. അദ്ദേഹം വഖഫ് ട്രിബ്യൂണലിൽ മുന്നിൽ 2 കക്ഷികൾക്ക് വേണ്ടി ഹാജരായി, പിന്നീട് പിന്മാറിയിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ രേഖകൾ കോടതിയിലുണ്ട്. ഇത്തരം രീതിയിലാണ് ചില കമ്മീഷനുകളും ചില രാഷ്ട്രീയക്കാരും കൂടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇരുവിഭാഗവും തമ്മിൽ പോരടിക്കുകയും ആളുകളെ ഗ്യാദർ ചെയ്യുകയും കൂടെ കൂട്ടുകയും ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കാൻ നന്നാവും. അതിനെതിരെയുള്ള അപ്പീലാണ് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ജൂറിസ്ഡിക്ഷൻ ഇഷ്യൂ തന്നെ വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഞാൻ പറയുന്നത് സെക്ഷൻ 40 ഓഫ് ദി വഖഫ് ആക്ട് പ്രകാരം ബി കംപ്ലീറ്റ് സെക്ഷൻ 40 ഓഫ് വഖഫ് ആക്ട് പ്രകാരം വഖഫ് പ്രോപ്പർട്ടി എന്ന് തോന്നിപ്പിക്കുകയോ ധരിക്കുകയോ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ പുറത്ത് ക്ലെയിം ഉണ്ടാക്കാം എന്നതിന്റെ പേരിലാണ് ഇത്ര വലിയ നിയമപരമായ സങ്കീർണതകളും നിയമനിർമ്മാണത്തിലേക്കും എത്തിയത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം. അല്ല, അതാണല്ലോ ഞാൻ ഇടയ്ക്ക് റോഡിയോട് ചോദിച്ചിരുന്നു. അതായത് പൂർണ്ണമായും ഇത് തള്ളും, അല്ലെങ്കിൽ കോടതി സ്റ്റേ ചെയ്യും എന്ന്, അല്ലെങ്കിൽ ഈ വഖഫ് നിയമ ഭേദഗതി പൂർണ്ണമായും തള്ളിക്കളയുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് ഞാൻ റോണിയോട് ചോദ്യമായി ഉന്നയിച്ചത് അതുകൂടിയാണ് അഡ്വക്കേറ്റ് എം.എസ്. സജി. ഒരിക്കലും ആ സാഹചര്യമായിട്ടില്ല അഭിലാഷ്. ഞാൻ ആരംഭത്തിലെ പറഞ്ഞല്ലോ, ഒരു കോടതിയുടെ അഡ്മിഷൻ സമയത്ത് ഒരു പെറ്റീഷൻസിന്റെ റിട്ട് പെറ്റീഷന്റെ പ്രാഥമിക ഹിയറിംഗ് സമയത്ത് വളരെ സങ്കീർണമായ ഭരണഘടനാ വിഷയങ്ങളുള്ള സമയത്ത് കോടതികൾ ജഡ്ജിമാർ ഓപ്പണായിട്ട് അഭിപ്രായം പറയൽ സ്വാഭാവികമാണെന്നേ. വളരെ എമിനന്റ് ആയ ലോയേഴ്സ്, കപിൽ സിബലിനെ പോലെയുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അഭിഭാഷകർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ഒരു ബെഞ്ച് അത് ഹാൻഡിൽ ചെയ്യുന്നു. ആ സമയത്ത് ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഒരു കക്ഷി വിജയിച്ചു എന്നുള്ളതിന്റെ സൂചനയായിട്ട് എങ്ങനെയാണ് കാണാൻ കഴിയുക? എന്തൊരു അടിസ്ഥാനരഹിതമായ ഒരു ആഹ്ലാദ പ്രകടനമാണത്. അത് ആര് ജയിക്കട്ടെ ആര് തോക്കട്ടെ, സ്റ്റേ ചെയ്യട്ടെ സ്റ്റേ ചെയ്യാതിരിക്കട്ടെ. ഇപ്പോൾ ഈ കാണിക്കുന്ന അമിതാവേശം അണികൾക്ക് കൊടുക്കുന്ന തെറ്റായ സന്ദേശമാണ്. സ്റ്റേ ചെയ്യപ്പെട്ടേക്കാം, സ്റ്റേ ചെയ്യപ്പെടാതിരുന്നേക്കാം. നമ്മൾ അത് സംബന്ധിച്ചുള്ള ഒരു ജഡ്ജ്മെന്റിലേക്ക് പോകുന്നത് കോടതി ഇടപെടലുകളിലുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇടപെടലാണ്. ആ കമന്റ്സ് തന്നെ ശരിയല്ല എന്നൊരു അഭിപ്രായക്കാരനാണ്. വളരെ